നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ, നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ, കൊതിയൂറി നിന്നില്ലേ. കണ്ണാരം പൊത്തിയൊളിച്ചും പുന്നാരം കണ്ടുപിടിച്ചും ആഞ്ഞിലി മൂട്ടിലൊളിച്ചു കളിച്ചില്ലേ. ഈ നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ, നല്ല കദളിക്കൂമ്പിനുള്ളിലെ തേൻ കുടിച്ചില്ലേ, കൊതിയൂറി നിന്നില്ലേ. ചേട്ടാ പഴുത്താണോന്നോ? ഒന്നാം തരം വിളഞ്ഞു പഴുത്തത്. ഇനി ഒരെണ്ണോടെ കിടപ്പുണ്ട്, ഇതിന്റെ ഇരട്ടിയുള്ളത്. നമുക്ക് പോകുമ്പോ കൊണ്ടുപോകാം. ഞാൻ പിടിക്കാം. വേണ്ടടാ, അത് നിന്റെ ചട്ടിലൊക്കെ കുറച്ചിലാവും. എന്നാ വാക്കത്തിങ്ങ എന്നാ അത് പിടിച്ചോ. വാ, കമോൺ. പഴുത്താണോ? പഴുത്താവോളെ തേൻ വരിക്കാണോ? തേന പാലോ ഒന്നും നീ ചോദിക്കാൻ നിക്കണ്ട. ചക്ക വെട്ടുക, അതിനകത്തുള്ള ചോളം എടുത്ത് തിന്നുക, അത്ര അറിഞ്ഞാ മതി കേട്ടാ. സംസാരിച്ചോണ്ടിരിക്കാതെ വെട്ട്. വെട്ട്. கேசு இந்த சக்கை இனிப்பா இருக்குமா? இனிப்புனா ஸ்வீட்டா இருக்குமா? ഇല്ല, നല്ല കയ്പായിരിക്കും. ഈ മധുരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പൊടിക്കൈ വല്ലതും ഉണ്ടോ? அப்படின்னா கொஞ்சம் சக்கரை போடலாம். എന്റെ ആന്റി ഇവിടെ വരുമ്പോഴെങ്കിലും. അമ്മേ, വെട്ടി അങ്ങോട്ട് കൊടുക്ക്, പിള്ളേർ കഴിക്കട്ടെ. നീ എന്തോ ഉത്തരവിടുന്നേ? ഇങ്ങോട്ട് വെട്ടിയേ. ഓ, ഞാൻ വെട്ടിക്കോളാമേ. അല്ലേലും ഈ കുട്ടമ്പിള്ള ചേട്ടനുണ്ടല്ലോ, ഞങ്ങൾ പണിക്കാരോടൊക്കെ എന്ത് സ്നേഹമാണെന്നറിയാവോ. പക്ഷെ അമ്മ ഇപ്പോഴും ആ ഫ്യൂഡൽ ജന്മത്തിൽ നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഫ്യൂഡൽ ജന്മിത്തം എടാ അവസരവാദി, എടാ നിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ എന്റെ കുഞ്ഞുങ്ങളായിട്ടല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. എടാ നീ ഒരു ജോലിയും ചെയ്യാതെ ഇവിടെ വന്ന് എത്ര രൂപയാ നീ മേടിച്ചോണ്ട് വന്നത്? എന്നിട്ട് നിനക്ക് എങ്ങനെയാടാ എന്നെ കുറ്റം പറയാൻ തോന്നുന്നത്? ഞാൻ എന്തുവാ ഫ്യൂഡൽ മാടമ്പി എന്നില്ലയോ? ഞാൻ അങ്ങനെ വിളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ നീ വിളിച്ചേ? ഞാൻ വിളിച്ചത് ഫ്യൂഡൽ ജന്മിന്നല്ലേ. ആ സത്യസന്ധത കാണാതെ പോരുതാരും. അങ്ങോട്ട് വെട്ട് നീ. ഒന്നുറങ്ങി കൺതുറന്ന് മുന്നിലിന്ന് വരൂ പ്രഭാതാർക്കരശ്മി പോലെ, കാടിറങ്ങി മേടിറങ്ങി നാടു ചുറ്റി ഈ വിഹായസിൽ പാറുവാൻ. ഉണരു നീ, വിടരു നീ, തെളിയു നീ, ഉയരു നീ, വളരു നീ. നാളെ പുതിയ നിറവുമായി. നല്ല ചക്ക. ആ പാറമഴയുടെ അവിടെ എന്തോരം സ്ഥലം ഉണ്ടെന്നറിയോ? എന്നൊരു പ്ലാവ് പോലും ഇല്ല. എങ്ക ഊരിലും കിടക്കുന്നില്ല അച്ചു നല്ല ചക്ക. കാശ് കൊടുത്താ കിടക്കും. കുറച്ച് ബാക്കി വെച്ചേക്കാണെങ്കിൽ ഞാൻ ചക്ക വരട്ടി ഉണ്ടാക്കി തരാം. ചോട്ടോ ബാക്കി വെച്ചോളോ? ചാച്ചു ആണെങ്കിൽ ബാക്കി കഴിച്ചു. അപ്പൊ ചക്ക വരട്ടി വേണ്ടേ? അടുത്ത ചക്ക ഇടാം. അപ്പൊ കൊണ്ടുപോവാനാ? അടുത്ത ചക്ക ഇടാം. അമ്മൂമ്മ എന്തിനൊരു തടസ്സമാണ് കേട്ടാ. கேசு ரொம்ப சாப்பிடாத, அப்புறம் கஷ்டமாயிடும். நாங்கெல்லாம் வரக்க ചക്കക്ക് பிறந்தவங்க. அப்படியே வரக்க ചക്കക്ക്. ഞാൻ കൊറേ തിന്നു. എനിക്കേ വരിക്കച്ചക്കയെക്കാട്ട് ഇഷ്ടം കൂഴിച്ചക്കയാ. അത് നല്ല വിളഞ്ഞത് കഴിക്കണം, നല്ല ടേസ്റ്റാ. നല്ല ഇருக்கு. കുഞ്ഞിന് മതിയോ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.